ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് സ്ലോ ആയിട്ടാണ് എല്ലാം കാര്യങ്ങൾ തുടങ്ങിയത്. ആദ്യം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വൃത്തിയാക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസമായി ഈ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അൺബോക്സിങ് ചെയ്യുമായിരുന്നു. അത് കുറച്ചൊക്കെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഉള്ളതായിരുന്നു. സോ അപ്പോൾ അതൊക്കെ ഇരുന്ന് അൺബോക്സ് ചെയ്യുമായിരുന്നു. പിന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ അറിയില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. പിന്നെ എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വീട്ടിലിരിക്കുവാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടത്തേക്ക് ഓരോന്ന് മേടിച്ച് വെക്കാൻ എനിക്ക് തോന്നുന്നുമില്ല. കാരണം ചിലപ്പോൾ നമ്മളിവിടുന്ന് പോകും, ചിലപ്പോൾ നമ്മളിവിടെ നിൽക്കും. നമ്മൾ ജോലി ചെയ്യാൻ വന്ന സ്ഥലമാണല്ലോ. സോ യാ, പക്ഷേ അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് പല സാധനങ്ങളും ഞാൻ മേടിക്കുമ്പം ആലോചിക്കാറുണ്ട് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടും, എങ്ങനെയൊക്കെ എനിക്കത് യൂസ്ഫുൾ ആകും എന്നുള്ളത്. നേരത്തെ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലായിരുന്നു, ബിക്കോസ് ഞാൻ എൻ്റെ വീട്ടുകാരുടെ ചിലവിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം പറയാനുള്ളത് ഫുഡാണ്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ വെജാണ് കഴിക്കേണ്ടത്. ഇവിടുത്തെ മസാല, ഇവിടുത്തെ ഈ കിടക്കുന്ന സാധനമുണ്ടല്ലോ, ഇത് വന്നിട്ട് മറ്റേ നമ്മൾ ഈ ആലു ഭുജിയ എന്നൊക്കെ പറഞ്ഞ് കഴിക്കത്തില്ലേ, അതിൻ്റെ ഇത് വെച്ചുണ്ടാക്കുന്ന സംഭവമാണ്, സേവ് വെച്ചിട്ട്. അപ്പോൾ ഇവരുടെ മസാലയൊക്കെ ഭയങ്കര പൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പണ്ട് കാലറിയും ഡയറ്റും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനിപ്പം ഇവരുടെ ഫുഡിന് സത്യം പറഞ്ഞ അഡിക്റ്റാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.